ഹായ് ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് മഗിൻ്റെ സെറ്റിംഗ് ആണ്. സബ്ലിമേഷൻ മഗിൻ്റെ സെറ്റിംഗ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. എനിക്കിതൊന്ന് ജസ്റ്റ് ഫോർവേഡോട്ട് ഓപ്പൺ ചെയ്യാം. എപ്പോഴും ചെയ്യാറില്ല പോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ മഗ് ചെയ്യുമ്പോഴേക്ക് നമ്മളെ ബാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യണം. നമുക്ക് ഡിസൈൻ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ബോക്സ് കിടക്കുന്നുണ്ട്, അതും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മളൊന്ന് കൺട്രോൾ എക്സ് ഞെക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ V പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടൊന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കുക. നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് നമ്മളെ ഇത് മഗിൻ്റെ ഡിസൈൻ്റെ സൈസാണ്. അതായത് നമ്മളെ ഒരു പീസിൻ്റെ സൈസ് അത് വരുന്നത് 8x18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഇതിലോട്ട് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ MM-ലല്ല ഇന്ന് സെറ്റ് ചെയ്തേക്കുന്നത്, സെൻറ്റിമീറ്ററിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ലെഫ്റ്റ് വേണ്ട പ്രിൻ്റ് നമ്മൾ റൈറ്റ് സെറ്റ് ചെയ്യണം, റൈറ്റ് വേണ്ട പ്രിൻ്റ് ലെഫ്റ്റ് സെറ്റ് ചെയ്യണം. ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ മെഷീനിൽ നിന്ന് പ്രിൻ്റ് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് മിററായിട്ടാണ് ഇറങ്ങുക. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് എവിടെയാണോ ആവശ്യം നമ്മൾ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം മെയിനായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പേജ് സൈസ് A4 മാറ്റണം. A4 കൊടുക്കുക. A4 കൊടുത്തതിന് ശേഷം നമുക്ക് മാക്രോ ചെയ്യാം. മാക്രോ ചെയ്ത് നമുക്ക് അപ്സ് ഇടാം. Ctrl+Q. ഓക്കെ, നമ്മളെല്ലാം കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലെ മാക്രോയി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചെയ്യാനുള്ളത്, ഈ ലൈനില്ലേ, ഈ ബോർഡർ ലൈനും കാര്യങ്ങളൊക്കെ നമുക്കതൊന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മഗിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് അതിൽ വിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അത് ഗ്രൂപ്പായി കിടക്കുന്നതാണ്. അപ്പോൾ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാം അൺഗ്രൂപ്പായിട്ടുണ്ട്. നമുക്കതിന് ശേഷം Ctrl+F പ്രസ് ചെയ്ത് ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ഓൾ കൊടുക്കാം. എന്നിട്ടൊന്ന് റൺ ചെയ്യാം. ഓക്കെ, നമ്മളെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്രിൻ്റ് വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഇത് കോണിക്കയിലോട്ടല്ല പ്രിൻ്റ് വിടുന്നത്, നമ്മൾ സബ്ലിമേഷൻ പ്രിൻറ്റിങ് മെഷീനിലോട്ടാണ് വിടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.